ഇന്ന് നമ്മൾ പുതിയൊരു ഗ്യാരേജ് ഉണ്ടാക്കുമ്പോഴാണ്. നമ്മുടെ പഴയ ഗ്യാരേജ് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളൊരു 7-8 മാസം എടുത്ത് ചെയ്തൊരു ഗ്യാരേജ് ആണ്. അതിന് എന്ത് പറ്റിയെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാരേജിന് സത്യം പറഞ്ഞാൽ സ്പേസ് കുറച്ച് കുറവായിരുന്നു. നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇല്ലായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഗ്യാരേജ് പൊളിക്കേണ്ടി വന്നത്. ഇപ്പൊ നിങ്ങൾ ബാക്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് വണ്ടികളും ഗ്യാരേജിന്റെ പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റ്സും പണിയാൻ പറ്റുന്നത് ഏകദേശം ഇത്രയുമുള്ള ഒരു ഗ്യാരേജ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, നമുക്ക് ഇത് തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പ്ലേസ് ചെയ്യാനും കുറേ വണ്ടികൾ വെക്കാനും അതുപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, ചേട്ടാ ഗ്യാരേജിൽ ഒരു കാർ വാഷിംഗ് ഏരിയ വേണം, അതുപോലെ തന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാനുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്യാരേജ് വലുതാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും പപ്പായും കൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇത് എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനുള്ള ടൂൾസും മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഞാനും പപ്പായും കൂടെ പോയി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഗ്യാരേജ് ഇരിക്കുന്ന റൂമിന്റെ സിറ്റുവേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാരേജ്. ശരിക്കും ഇവിടെയായിരുന്നു. നമ്മുടെ പഴയ ഗ്യാരേജിന്റെ ഡീറ്റെയിൽ വീഡിയോയും അത് പൊളിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഏരിയ തൊട്ട് അവിടെ വരെ നമ്മൾ ലോങ് ആയിട്ടുള്ള ഒരു ടേബിൾ പണിയും കേട്ടോ നമ്മുടെ ഗ്യാരേജിന് വേണ്ടി. കംപ്ലീറ്റ് ആയിട്ട് ആ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു എൽ ഷേപ്പിലും ഒരു ടേബിൾ വരും കേട്ടോ. ഫസ്റ്റ് നമ്മൾ അളവെടുക്കാൻ പോവാണ്. ശരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. നമുക്കെന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കും പഠിക്കാം കേട്ടോ. 114.5 അങ്ങനെ കൂട്ടിയാൽ മതി. 114.5 ഇഞ്ച് ഒന്ന് എഴുതി വെച്ചേക്കാം. അപ്പേ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. റിയൽ ടേബിൾ ചെയ്യുന്ന ഇങ്ങനെയൊന്നുമല്ല, നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നോക്കി ആരും പഠിക്കണ്ട. 114 ഒരെണ്ണം. ഇനി ഈ സൈഡിലേക്ക് ഇതിന്റെ ടേബിളിനെ നിങ്ങൾ നോക്കട്ടെ. ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ടേബിൾ തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 2 അടി പേനുണ്ടോ? ആണോ? $30 സെന്റിമീറ്റർ ആയിരുന്നു അപ്പോൾ നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പൈപ്പ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ടോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മൾട്ടിവുഡിൻ്റെ ഒരു പീസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 8x4 ഷീറ്റാണ് കേട്ടോ. ഏകദേശം 4000 രൂപയായി. പിന്നെ നമ്മൾ 2 കമ്പിയും മേടിച്ചിട്ടുണ്ട്. ഈ കമ്പിയാണ് നമ്മുടെ ടേബിളിൻ്റെ സത്യം പറഞ്ഞ ഫ്രെയിം ആയിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മളിങ്ങനെ ചെയ്യുവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ടേബിൾ എടുത്തോണ്ടിരാ. നമ്മുടെ പഴയ ഒരു ടേബിളാണ് കേട്ടോ. സെവിച്ചനുണ്ടാക്കിയ ടേബിളാണിത്. എന്തോരം വേണം? പക്ഷെ ഇത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നതാണോ നിലത്ത് വെച്ച് കട്ട് ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ ഈ കമ്പി നമുക്ക് വേണ്ട മെഷർമെന്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ടൂളൊക്കെ നമ്മൾ അമലിൻ്റെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? കണക്ട് ചെയ്താലോ? എത്രയായിരുന്നു? 114. പുറകിലത്തെ 114 ഇനിയിപ്പോ നമ്മുടെ കട്ടിംഗ് ടൂൾ ആണ്. കട്ടിംഗ് ടൂൾ എന്നാണോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഗ്രൈൻഡിങ് ടൂളോ അങ്ങനെ എന്തോ ആണ്. ഫസ്റ്റ് ടൈം ആണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അമൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കെയർഫുൾ ആണെന്ന്. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. മാക്സിമം കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ സൈഡിലൊന്ന് സാമ്പിൾ കട്ട് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി. ഒന്ന് പിടിച്ചാതെ. വലിയ കുഴപ്പമില്ല, സാധനം കട്ടാകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒറിജിനൽ കട്ടിങ് ചെയ്യാമേ. ഓക്കെ അപ്പേ, റെഡി അല്ലേ?
അപ്പൊ നമ്മുടെ ഈ സൈഡ് ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പീസ് കൊണ്ട് വെച്ച് നോക്കിയപ്പോഴത്തേനും കറക്റ്റ് ആയിരുന്നു. അവിടെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇതേ ലെങ്തിൽ നമുക്ക് ഒരു പീസ് കൂടെ കട്ട് ചെയ്യണം. നമ്മളിത് വെൽഡിങ്ങും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ശരിക്കും തടിയാണ് ഉപയോഗിക്കുന്നത്. തടി ഉപയോഗിച്ച് നമ്മൾ ബാക്കി ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്യും. കറക്റ്റ് ആണോ? ശരിക്കും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവര് നമ്മുടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും പറയും ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് കേട്ടോ. പക്ഷെ നമുക്കുള്ള സെറ്റപ്പ് ഒക്കെ വെച്ച് അങ്ങ് ചെയ്യുവാണ്. നമുക്ക് തന്നെ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. അതോടെ ഒന്നും പ്രശ്നമല്ല. ടേബിൾ താഴെ പോകാതിരുന്നാൽ മതി. ഇത് കട്ട് ചെയ്യാതെ. ഈ രണ്ട് പീസും ഇങ്ങനെ വരും കേട്ടോ. കുറച്ചുകൂടെ വീതി വരും, 2 അടിയോളം വരും. അതിനുശേഷം നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത് നോർമലി ഇതിനെ വെൽഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് വെൽഡ് ചെയ്യാനുള്ളത് നമുക്ക് ഇച്ചിരി പാടായതുകൊണ്ട് നമ്മൾ 2 പീസ് തടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് സ്ക്രൂ ചെയ്യും. അതുപോലെ തന്നെ ഈ പീസ് ഇപ്പുറം വെച്ചിട്ട് സ്ക്രൂ ചെയ്യും. അതുപോലെ തന്നെ 1-2 പീസ് നമ്മൾ നടുക്കും കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ഒരു ഫ്രെയിം സെറ്റ് ആവും. അതിനുശേഷം ഇതെല്ലാം ഭിത്തിയിലേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 അടിയാണ് നമ്മുടെ നോർമലി ടേബിളിൻ്റെ ഒക്കെ ഒരു യൂണിവേഴ്സൽ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത 2 പീസ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. കാരണം വലിപ്പം കുറഞ്ഞു പോയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലേ. ഫ്രണ്ടിലത്തെ വലിപ്പം കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, ബാക്കിൽ കുറയായിരുന്നാൽ മതി. പുറലോട്ട് പോട്ടെ. ഇത് കറക്റ്റ് അല്ലേ? ബാക്കിൽ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാവേ. ഇതും കറക്റ്റ്. ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. 2ന്റെ നീളം നമ്മൾ ഒട്ടും വിചാരിച്ചല്ല. ഞാൻ വിചാരിച്ച കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വരുന്നതാണ്. ഇത് കറക്റ്റ് ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഇത് തമ്മിൽ നമ്മൾ ഫ്രെയിം ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പ്ലാൻ. അപ്പൊ നമ്മൾ ഈ ക്രോസ് വരുന്ന പലക നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അറ്റത്തൊരു പീസ് വരും, നടുക്കൊരെണ്ണം വരും, പിന്നെ ഈ അറ്റത്തും കൂടെ ഒരു പീസ് വരും. പിന്നെ ഈ ബാക്കിൽ ഒരു പീസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭിത്തിയിലോട്ടും കൂടെ ഫിക്സ് ചെയ്യും കേട്ടോ. ഇവിടെ 2 സ്ക്രൂ കൊടുത്തിട്ട് ഫിക്സ് ചെയ്യും. പിന്നെ ഈ സൈഡിൽ വരുന്ന പലക നമ്മൾ ഇവിടെയും ഫിക്സ് ചെയ്യും കേട്ടോ. 2 സ്ക്രൂ കൊടുക്കും, അവിടെയും സ്ക്രൂ കൊടുക്കും. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് നടുക്കൊരു കാല് താഴേക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അതുകൂടെ ചെയ്യും കേട്ടോ. കയറോ ഇവിടെ ടൈറ്റ് ആണോ? ഇപ്പൊ നമ്മൾ ലെവലൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ശരിക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ ടേബിളും വരുന്നുണ്ട്. അപ്പൊ ഈ ടേബിളിന്റെ ഹൈറ്റിൽ വേണം നമുക്ക് ഈ ഒരു ടേബിളും സെറ്റ് ചെയ്യാൻ. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് സ്റ്റേഷന് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നടക്കല്ലേ? അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ലെവലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും നമുക്ക് വേണ്ട അത്രയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫയലിൽ നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്യുവാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മെയിൻ പണിക്കാരൻ. എന്റെ അസിസ്റ്റന്റ് അല്ല, ഞാൻ പപ്പയുടെ അസിസ്റ്റന്റ് ആണ്. പപ്പയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഐഡിയാസ്. കാരണം പപ്പയ്ക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ പണ്ട് ചെയ്ത് ഒത്തിരി പരിചയം ഉണ്ടല്ലേ.
വീട്ടിലോട്ടൊക്കെ അത്യാവശ്യം ഇവര് തന്നെ ഒരു സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രെയിം നീറ്റായിട്ട് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മെഷർമെന്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ലെവലൊക്കെ കറക്റ്റ് ആണ്. നമ്മൾ വാട്ടർ ലെവലൊക്കെ പിടിച്ചാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു സാധനം മാത്രം നമുക്കിപ്പോൾ ചെറിയൊരു ഡൗട്ട് വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നീളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ നടുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെയിറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു കുലുക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇച്ചിരി പണിയാണ്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ടേബിളിൽ പതിയെ തട്ടിക്കഴിഞ്ഞാൽ ഷേക്ക് ആവും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് 2 കാലും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതെന്താണ് നമ്മൾ ഫൈനൽ സ്റ്റൈലേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇനി മെയിൻ പരിപാടി നമുക്ക് ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്യണം. നല്ല വെയിറ്റ് അല്ലേ? ഇത് മതി. ഇപ്പൊ നമ്മളൊരു 26.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഫുൾ വിത്ത് എടുക്കുന്നത്. നോർമലി നമ്മുടെ ടേബിൾസിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഇഞ്ചാണ്. നമ്മളിപ്പോ ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ട്. മെയിൻ കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചോക്കെ. കാല് നോക്കിക്കോണേ. അപ്പൊ കണ്ടല്ലോ നമ്മുടെ ടേബിളിന്റെ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു ജോയിന്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ടോപ്പും കൂടെ 2 സ്ക്രൂ ചെയ്താൽ മതി. മൊത്തത്തിൽ നമുക്ക് 6 സ്ക്രൂ വരുന്നുള്ളൂ. അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടേബിൾ ടോപ്പിന്റെ കാര്യം കംപ്ലീറ്റ് ആവും. അങ്ങനെ രാവിലെ തുടങ്ങിയ പണി ഏകദേശം സമയം എത്രയാപ്പേ? സമയം 7:45 എങ്ങനെയുണ്ടായിരുന്നു പണി? അടിപൊളി. അതുപോലെ തന്നെ നമ്മുടെ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. ചെയ്തു വന്നപ്പോഴത്തേക്കിനും ചെറിയൊരു പ്രൊഫഷണൽ ടച്ച് ഒക്കെ ഉണ്ട്. വെറുതെ പറയുന്നതാണ് കേട്ടോ. ഒറിജിനലായിട്ട് ടേബിൾ ചെയ്യുന്നവർ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതിൽ നന്നായിട്ട് ചെയ്യാന്നൊക്കെ പറയായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇരുന്ന് വയ്യോ അപ്പേ? ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമുക്ക് ഹൈറ്റ് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റേ കസേര ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരെണ്ണം മേടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോലെ പൊക്കിയൊക്കെ വെക്കാൻ പറ്റും. ഇനിയും പണിയുണ്ട് കേട്ടോ. ഇനിയും ബാക്കി പണിയുണ്ട് നാളെ. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് വെറുതെ കുറച്ച് സാധനങ്ങളൊന്ന് വെച്ച് നോക്കാം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചൊരു ഗ്യാരേജ് ആണ് കേട്ടോ. ചെറിയൊരു സ്കെയിലാണ്. ഇതേ ഫസ്റ്റ് നമ്മുടെ വില്ലീസ് കഴിഞ്ഞ ദിവസം ഓട്ടം കഴിഞ്ഞിട്ട് ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. ഫുള്ള് ക്ലീൻ ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മുടെ ഡിഫൻഡറിനും അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ വിൻഷീൽഡൊക്കെ നമുക്ക് ലാസ്റ്റർ ആയിട്ട് ഇളകി പോയായിരുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഗ്യാരേജ് വെച്ച് വേണം ചെയ്യാൻ. പിന്നെ ഫൈനലി നമ്മുടെ 1/10 സ്കെയിൽ വരുന്നത് നമ്മുടെ ഡിസ്കവറിയാണ്. ഡിസ്കവറിയുടെ പണിയാണ് ശരിക്കും നമ്മുടെ ഗ്യാരേജിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കേട്ടോ. ഈ ഒരു സ്നോക്കിളും റൂഫ് ടോപ്പും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്യാരേജ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. ശരിക്കും അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഒക്കെ സ്പെഷ്യൽ വണ്ടിയാണ്. നമ്മുടെ ഗ്യാരേജിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തതും ഇനി ഒരുപാട് പണി ബാക്കിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോഴും കമന്റ്സിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ ഫൈനൽ വീഡിയോ എന്താ ഇടാത്തതെന്ന്. എന്താണെങ്കിലും അടുത്ത നമ്മുടെ ചാനലിൽ വരുന്നത് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് ആയിരിക്കും കേട്ടോ. ഇതിന്റെ പെയിന്റിങ്ങും ഇതിന്റെ ബാക്കി മോഡിഫിക്കേഷനും കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ അടുത്ത് വരുന്ന വീഡിയോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.